കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിന്റേതായി ഏറ്റവും പുതിയൊരു സിനിമയുടെ അനൗൺസ്മെന്റ് ഉണ്ടായത്. L365 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഓസ്റ്റിൻ ഡാൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ട് നിറയുകയാണ് സിനിമാ ലോകം. ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരും പ്രേക്ഷകരും ഒക്കെ നടത്തുന്നുണ്ട്. ഈ ചിത്രം ഒരു ബെസ്റ്റ് ചിത്രമാണ്, എല്ലാം കൊണ്ടും പുതുമയാണ്, മോഹൻലാലിലേക്ക് പുതിയ ആൾക്കാരെത്തുന്നു, പുതിയ സബ്ജക്ട്, വ്യത്യസ്തമായൊരു മോഹൻലാൽ ചിത്രം കാണാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് എടുത്തു പറയുന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് രതീഷ് രവിയാണ് എന്ന രീതിയിലാണ്. കാരണം അദ്ദേഹത്തിൽ നിന്നും ഒരു ഗംഭീര സംഭവങ്ങളൊന്നും വന്നിട്ടില്ല എന്നതാണ് അവർ എടുത്തു സൂചിപ്പിക്കുന്നത്. ഒരു വിഭാഗം ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചെറുതായി കാണണ്ട എന്ന് തന്നെയാണ് പലരും പറഞ്ഞുകൊണ്ടെത്തുന്നത്. അദ്ദേഹത്തിന് തെളിയിക്കാനും ഒരവസരം കൊടുക്കണമല്ലോ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് തന്നെ രതീഷ് രവി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാകുന്നു. അതും കേൾക്കേണ്ടത് തന്നെ. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് രതീഷ് രവി തിരക്കഥയൊരുക്കി ഓസ്റ്റിൻ ഡാൻ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമ മോഹൻലാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാണ് എത്തുന്നത്. ഈ മോഹൻലാൽ സിനിമയുടെ വളരെ ത്രസിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ് അദ്ദേഹം. 3 വർഷത്തോളമായി ഈ കഥയ്ക്കൊപ്പമുള്ള സഞ്ചാരം തുടങ്ങിയിട്ട് ആഷിഖിലേക്ക് ഈ കഥ എത്തുന്നത് 1 വർഷം മുന്നെയാണ്. ഈ കഥാപാത്രം ഏറെ പെർഫോമൻസ് സാധ്യതയുള്ളതാണ്. ആഷിഖ് ഈ കഥയുടെ ഭാഗമായ ശേഷമാണ് ഇത് വലിയ ക്യാൻവാസിലേക്ക് മാറുന്നത്. അങ്ങനെയാണ് ഈ കഥ ലാൽ സാറിനോട് പറഞ്ഞാലോ എന്ന ആലോചനകൾ വരുന്നത്. ആഷിഖാണ് ലാൽ സാറിലേക്കുള്ള യാത്ര വേഗത്തിലാക്കിയത്. ഞങ്ങളെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിച്ചതും കഥ പറയാൻ അവസരം ഒരുക്കിയതുമെല്ലാം ആഷിഖാണ്. ലാൽ സാറിനോട് കഥ പറയുന്ന നിമിഷം അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ലാൽ സാറിനോട് കഥ പറയുന്ന നിമിഷത്തെക്കുറിച്ചുള്ള ആലോചന 1 മാസത്തോളം മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ കഥ പറയുന്ന നിമിഷം അതുവരെയുള്ള ടെൻഷൻ എല്ലാം ഇല്ലാതാവുകയായിരുന്നു. നമ്മുടെ ടെൻഷൻ എല്ലാം മാറ്റും വിധമാണ് ലാൽ സാർ പെരുമാറുന്നത്. അദ്ദേഹം പൊതുവെ അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നമുക്ക് കഥ പറയുന്നതിന് ആവശ്യത്തിന് സമയം തന്നു. 10 മിനിറ്റ് കൊണ്ട് കഥ പറയാമോ എന്ന് ചോദിക്കുന്ന ആളല്ല ലാൽ സാർ. പകരം മുഴുവൻ കഥയും കേൾക്കുകയും അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഉണ്ടായി. കഥ പറയുന്ന വേളയിൽ വളരെ പോസിറ്റീവായാണ് ലാൽ സാറിന്റെ റിയാക്ഷൻ. ഒരു ഡ്രാമ ത്രില്ലർ എന്നാണ് ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഇമോഷണലായ സിനിമയാണ് ഞാൻ അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അതിൽ തമാശകളുണ്ട്. ഭയങ്കരമായി പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ലാലേട്ടൻ ഈ സിനിമയിൽ പോലീസ് ആയിരിക്കും എന്ന അഭിമുഖങ്ങൾ പോലും ഞങ്ങളുടെ പോസ്റ്റർ വരുന്നതിന് മുന്നേ പുറത്തു വന്നിരുന്നു. അതിനാലാണ് ആ കാര്യം പോസ്റ്ററിൽ രേഖപ്പെടുത്തിയതും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൽ കൂടുതലായി ഒന്നും പറയാനും കഴിയില്ല. ഒരു പുതിയ ടീം ലാൽ സാറിനൊപ്പം ചേരുമ്പോൾ പുതുമയുണ്ടാകും എന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുമല്ലോ. ആ പുതുമ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും. ആ പുതുമ തന്നെയാണ് ഈ സിനിമ സാധ്യമാകാൻ കാരണം എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ഈ സിനിമയുടെ സംവിധായകൻ നവാഗതനാണ്. എഴുതിയ എല്ലാ സിനിമകളും ഹിറ്റാക്കിയ തിരക്കഥാകൃത്തുമല്ല ഞാൻ. അതിനാൽ ഭാഗ്യത്തിനപ്പുറം വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഈ സിനിമയെ കാണുന്നത്. മികച്ച ഒരു സിനിമയാക്കി തന്നെ ഞങ്ങൾ ശ്രമിക്കും. L365 എന്ന ചിത്രത്തെക്കുറിച്ച് തിരക്കഥാകൃത്ത് രതീഷ് രവി ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി പറയുമ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഗംഭീര സംഭവം തന്നെ വരട്ടെ. പറയുന്നത് കേട്ടിട്ട് ഒരു ഗംഭീര മോഹൻലാൽ അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സിനിമ തന്നെയാണ്. തുടരും എന്ന സിനിമ എങ്ങനെയാണോ നമ്മളിലേക്ക് എത്തിയത് അതുപോലെ എത്താൻ സാധിക്കുന്ന ഒരു സബ്ജക്ട് തന്നെയാകും L365 എന്ന ചിത്രം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും തോന്നുന്നത്. അപ്പോൾ പ്രേക്ഷകരെ ശരിക്കും ഈ സിനിമയിലേക്ക് അടുപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. തുടരും പോലെ തന്നെ.